ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. നമസ്കാരം, ഞാൻ ചെല്ലപ്പൻ. വെൽക്കം ടു ടോൾ പ്ലാസ. രാജു രാജു ആന്റണി രാജു രാജു ഷടി മാറ്റിയ രാജു 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 ആന്റണി രാജു രാജു ഷടി മാറ്റിയ രാജു സായിപ്പിനെ രക്ഷിച്ച രാജു കോടതി ശിക്ഷിച്ച രാജു 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 ആന്റണി രാജു പോക്കിരി രാജു ഷടി മാറ്റിയ രാജു. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ആൻഡ്രൂ സാൽവദോർ എന്ന ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. അടിവസ്ത്രം വിദേശിക്ക് പാകമല്ലെന്നും ഇത് വ്യാജ തൊണ്ടിയാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്ത് കോടതി ആൻഡ്രൂ സാൽവദോറിനെ വെറുതെ വിട്ടു. ഇനി അന്ന് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു കാരണവശാലും എനിക്ക് ഉറപ്പായിരുന്നു 4/4/90 വൈകിട്ട് ആണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അയാളിൽ നിന്ന് ഊരി വാങ്ങിയ, അയാൾ ധരിച്ചിരുന്ന ജട്ടി ഊരി വാങ്ങി ആ ജട്ടിയിലെ അതിനകത്ത് സൂക്ഷിച്ചിരുന്ന ഹശീഷ് അതടക്കം ഇത് ചെയ്ത് സീല് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഒളിപ്പിക്കാമോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. യെസ്, ദിസ് ഈസ് ദി വൺ വിച്ച് യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട്. തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ്. പറയണം. 1994 തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. 2006 തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് KS ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടി ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ തൊണ്ടി മുതൽ തിരുമറയിൽ ആന്റണി രാജുവും കൂട്ടുപ്രതിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ജട്ടിക്കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ പിന്നെ ചെല്ലപ്പൻ അങ്ങോട്ട് അടുത്ത ട്രോളുകളുമായി വീണ്ടും കാണാം. ചെല്ലപ്പൻ സൈനിങ് ഓഫ്.